ഹലോ എവരിവൺ, നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇസ് ദ ന്യൂ മാരുതി സുസുക്കി ഡിസയർ. ഞാനിവിടെ ഗോവയിൽ വെർണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വെർണ നമ്മുടെ ഹ്യുണ്ടായി വെർണ പോലെയാണ്. ഇവിടെയാണ് എല്ലാ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും ഗോവയിൽ ഡ്രൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു MT റോഡ് പോലത്തെ ഒരു സ്ഥലം. കാലത്ത് പക്ഷേ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളല്ല, ഇവിടെ ഫുൾ നായ്ക്കുട്ടികളാണ്. എല്ലാവരും രാവിലെ വെയിൽ കായാൻ വന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവർക്ക് ശല്യം ഉണ്ടാക്കാണ്ട് ഞാൻ പൊക്കോളാം. എന്നാലും ഒന്ന് വണ്ടി എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചേക്കാം. എങ്ങനെയുണ്ട് പുതിയ ഡിസയർ? കൊള്ളാമോ? ഇതിനാണ് ഗ്ലോബൽ ആൻഡ് ക്യാബിൽ 5 സ്റ്റാർ കിട്ടിയത്. ഇവന്മാർ ഡാറ്റ ഫാൻസ് ആണെന്നാണ്, താല്പര്യമില്ലാത്ത പോലെ കിടക്കണില്ലേ. നിങ്ങൾ ചിലപ്പോൾ ഡിസയർ വാങ്ങിക്കില്ലായിരിക്കാം, പക്ഷേ എന്നാലും നെക്സ്റ്റ് ടൈം നിങ്ങൾ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത് ഇതുപോലൊരു ഡിസയർ ആയിരിക്കാം. ഇന്ത്യയിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം മാർക്കറ്റ് ഷെയറിൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സെഡാൻ ഇപ്പോൾ ഡിസയറാണ്. സെഡാൻ മാർക്കറ്റ് എൻറ്റയർലി പോയി, പക്ഷേ എന്നാലും കോമ്പാക്ട് സെഡാൻസിന് ഇപ്പോഴും ആവശ്യത്തിന് ഡിമാൻഡ് ഉണ്ട്. ആൻഡ് കോമ്പാക്ട് സെഡാനിൽ 2 എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരെണ്ണം ഒരു ഡിസയർ ആയിരിക്കും എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കഴിഞ്ഞ 3 ജനറേഷനിലായിട്ട് 27 ലക്ഷത്തോളം വണ്ടികൾ അവർ വിറ്റിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സിഗ്നിഫിക്കൻറ്റ്. കാരണം ഡിസയറിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2008-ലാണ്. മാരുതിക്ക് എന്ന അവരുടെ ഏജിങ് എസ്റ്റീമിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു വണ്ടി വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ശരിക്കും ഡിസയറിൻ്റെ ജനനം. അന്ന് അവർ വളരെ എളുപ്പമുള്ളൊരു ഷോർട്ട് കട്ടാണ് ചെയ്തത്. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള സ്വിഫ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു ബോട്ട് ഒട്ടിച്ചു വിട്ടു. ആൻഡ് ദേ കോൾഡ് ഇറ്റ് ദ ഡിസയർ. അപ്പോൾ അത് ശരിക്കും ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു റീസണും ഇല്ലാത്തൊരു വണ്ടിയാണ്. എന്നാൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ റീസൺസും ഉണ്ട്. കാരണം സ്വിഫ്റ്റ് വാസ് വെരി പോപ്പുലർ. പക്ഷേ കുറേ പേർക്ക് സ്വിഫ്റ്റ് പോരാ, നമുക്ക് ഇത്രയും കൂടി ഒരു സെഡാൻ പോലത്തെ ഒരു വണ്ടി വേണം എന്ന് വിചാരിക്കുന്നവർക്ക്, വലിയ ബൂട്ട് വേണം എന്നൊക്കെ വിചാരിച്ചവർക്ക് ദേ ഹാഡ് ആൻ ഓപ്ഷൻ. അങ്ങനെ അവർ ഡിസയർ വാങ്ങാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് നമ്മുടെ ഗവൺമെൻറ് സബ് 4 മീറ്റർ സ്കീം അനൗൺസ് ചെയ്യുന്നത്. അതായത് 4 മീറ്ററിൽ താഴെയുള്ള വണ്ടികൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലാൻ പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും മാരുതി വിചാരിച്ചു നമുക്ക് ആ ഒരു സ്കീമൊന്ന് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളത്. കോമ്പാക്ട് സെഡാനായിട്ട് ഇൻഡിഗോ CS ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ സെഗ്മെൻറ്റ് ശരിക്കും ഓപ്പൺ അപ്പ് ചെയ്ത് ഡിസയറിൻ്റെ വരവോടുകൂടിയാണ്. സെക്കൻഡ് ജനറേഷൻ ഡിസയർ വാസ് എ മാസീവ് ഹിറ്റ്. ആൻഡ് അതോടുകൂടി എല്ലാ മാനുഫാക്ചറേഴ്സും അതേ ഫോമുല തന്നെ കോപ്പി അടിക്കാൻ തുടങ്ങി. ഹ്യുണ്ടായി ഡിഡ് ദ എക്സാക്ട് സെയിം തിങ്. അവരവരുടെ ഏജിങ് ആക്സെൻറ്റിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, എസ്റ്റീം കോമ്പറ്റീറ്റർ ആയിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാൻഡ് ആയിട്ട് തന്നെ ഒരു ബൂട്ട് കൊടുത്തിട്ട് ദേ കോൾഡ് ഇറ്റ് ദ എക്സെൻറ്റ്. ഹോണ്ട അവരുടെ ബ്രിയോ കൊടുത്തിട്ട് അതിനൊരു ബൂട്ട് ആഡ് ചെയ്തിട്ട് ദേ കോൾഡ് ഇറ്റ് ദ അമേസ്. അതോടൊപ്പം ഫിഗോന് ആസ്പയർ വന്നു. ഫോക്സ്വാഗൻ ഡിഡ് ദ സെയിം തിങ് വിത്ത് ദ അമിയോ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടികൾക്കും ഒരു സബ് 4 മീറ്റർ സെഡാൻ വേർഷൻ ഉണ്ടാവുന്നതായിട്ട്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കാണാൻ പറ്റുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾക്കെല്ലാം ഒരു വാണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം ഒരേപോലത്തെ പേരുകളാണ് എല്ലാ മാനുഫാക്ചറേഴ്സും കൊടുത്തത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വണ്ടികൾക്കെല്ലാം ഡിസയർ, ഒരാളുടെ ഒരു ഡിസയറാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ആസ്പയർ അല്ലെങ്കിൽ അമേസ് അല്ലെങ്കിൽ സെസ്റ്റ്, അങ്ങനെ എല്ലാത്തിനും ഒരു വാണ്ട് തോന്നുന്ന പോലത്തെ ഒരു പേരാണ് അവർ കൊടുത്തത്. ഈ വണ്ടികളും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇതൊരു മിഡിൽ മാനേജ്മെൻറ്റിലൊക്കെ കയറിയിട്ട് ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്രയും കൂടി വലിയൊരു വണ്ടി, ഒരു സെഡാൻ വേണം യൂഷ്വൽ ഹാച്ച് ബാക്കിന് പുറമെ എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഇപ്പോൾ നമ്മൾ കോമ്പാക്ട് SUV-കളിലേക്ക് ആൾക്കാർ തിരിയുന്നതിന് തൊട്ട് മുന്നേ വരെ ദിസ് വാസ് ദ സെഗ്മെൻറ്റ് ടു ഹാവ്. അപ്പോൾ നമുക്ക് ഈ ജനറേഷൻ ഡിസയറിൻ്റെ കാര്യങ്ങൾ പറയാം. ദിസ് ഇസ് ദ 4th ജനറേഷൻ. ഇപ്പോൾ ഇറങ്ങിയ സ്വിഫ്റ്റിൻ്റെ ഒരു ഡിസയർ വേർഷനാണ്, വിച്ച് വാസ് എക്സ്പെക്റ്റഡ്. കാരണം സ്വിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു ഡിസയറും വരാറുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും സ്വിഫ്റ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള ഡിഫറൻസിയേഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് എൻഡ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ വൈഡർ ലുക്ക്. പഴയ വണ്ടികൾക്കൊക്കെ സ്വിഫ്റ്റിൻ്റെ സെയിം ഹെഡ്ലൈറ്റാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടിയും വിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ട് എൻഡാണ്. നമുക്ക് ആ ഹെഡ്ലൈറ്റ്സ് ഒക്കെ കുറേ കൂടി ഇലോങ്ങേറ്റഡ് ആണ്. വലിയൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്ക് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അവരതിനെ ഒരു ക്രോം കൊടുക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ റെസിസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ സൈൻ ഓഫ് ഗുഡ് തിങ്സ്. ആൻഡ് ആ ഒരു ഫ്രണ്ട് എൻഡ് കണ്ടു കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ അത് ഓഡിയായിട്ടൊക്കെ തോന്നിയിരുന്നു. കുറച്ച് പേർക്കൊക്കെ അമേസായിട്ട് വളരെ സിമിലാരിറ്റി ഒക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ അത് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എനിക്ക് ആ ഹെഡ്ലൈറ്റ്സിനൊക്കെ ഒരു XL6-ൻ്റെ ഒരു ബ്രോഡ് ഷേപ്പ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു 5 ലൈറ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട് നമ്മൾ ഓടിക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നേരം വെളുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പ്രൊഫൈൽ പ്രീവിയസ് വേർഷനായിട്ട് കുറേ സിമിലാരിറ്റി തോന്നും. പക്ഷേ എന്നാലും ആ ഒരു വിൻഡോ ലൈനൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി ടേപ്പേഡ് ആയിട്ട് ബാക്കിലേക്ക് റൈസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ഷോൾഡർ ലൈൻ പോകുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പോലെ തന്നെ നമുക്കൊരു ടോട്ടലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് കാണാൻ പറ്റും. അവിടെ
കുറച്ച് ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള പോലത്തെ 2 ടെയിൽ ലൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പുതിയൊരു ട്രയാങ്കുലർ എലമെൻറ്റ് നമ്മൾ ടാറ്റയിലൊക്കെ കണ്ടായിട്ട് കുറച്ച് സിമിലറാണ്, പക്ഷേ എന്നാലും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്ന പോലത്തെ ഒരു ലൈറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ബൂട്ടിൻ്റെ ഓവറോൾ കർവേച്ചറൊക്കെ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ചെറിയൊരു ലിപ് സ്പോയിലർ വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ഗ്ലാസ്സിന് മുന്നേ ഒരു റൗണ്ടഡ് ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറേ കൂടി സ്ട്രെയിറ്റ് എഡ്ജഡ് ആയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ കുറച്ചൊരു BMW M2 വൈബ് ചില ആംഗിളിൽ നിന്നൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. പുതിയൊരു സ്റ്റൈലിലുള്ള അലോയ് വീൽസ് വന്നിട്ടുണ്ട്. മെഷീൻ കട്ട് ഫിനിഷാണ്, നമുക്കൊരു ഡയമണ്ട് കട്ട് പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ലോവർ ട്രിമ്മുകൾ ഇപ്പോൾ മാരുതികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോവർ ട്രിം വേർഷൻസിന് ഇതിൻ്റെ തന്നെ പ്യുവർ സിൽവർ വീലുകൾ കാണാറുണ്ട് പല വണ്ടികളിലും. ആൻഡ് ഫോർ സം റീസൺ എനിക്ക് എന്തുകൊണ്ടോ ഡയമണ്ട് കട്ട് കുറച്ചും കൂടി ഒരു ഓവർ യൂസ്ഡ് ആണെന്ന് തോന്നിയിട്ട് എനിക്ക് ആ ലോവർ വേർഷനാണ് കുറച്ചും കൂടി ഭംഗി തോന്നാറ്. അഗെയിൻ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് വാട്ട് യു തിങ്ക്. ഓവറോൾ ഈ വണ്ടിയുടെ സ്റ്റൈലിംഗ് വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ജെൻ ഡിസൈറിൽ കണ്ട പോലത്തെ ഒരു ഓക്വേർഡ്നെസ്, ആ ബൂട്ട് കൊണ്ടൊന്ന് ഒട്ടിച്ച പോലത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നില്ല. ഈവൻ സെക്കൻഡ് ജനറേഷൻ വാസ് ഓൾസോ നോട്ട് ദാറ്റ് ഗുഡ് ലുക്കിംഗ്. കാരണം ആ 2 വണ്ടികൾക്കും ആ ഒരു എ പില്ലറൊക്കെ സ്വിഫ്റ്റായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ സ്വിഫ്റ്റിൻ്റെ കുറച്ചും കൂടി ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഗ്ലാസും ആ ഒരു ബ്ലാക്ക്ഡ് ഔട്ടുള്ള എ പില്ലറൊക്കെ കുറച്ചൊരു ഓഡ് ലുക്കായിരുന്നു. നൗ ഇറ്റ് ലുക്സ് റാദർ ഇൻറ്റഗ്രേറ്റഡ്. സ്വിഫ്റ്റിൻ്റെ ആ ഒരു സ്റ്റൈലിംഗിൽ നിന്ന് കുറച്ചും കൂടിയും ഡിഫറൻ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു ഗ്ലാസ് ഹൗസ് ആണ്. ഇറ്റ്സ് വെരി കർവി. ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സി പില്ലർ വരെ ഇറ്റ്സ് വൺ യൂണിഫോം കർവ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ആ ഒരു കൊഹിസീവായിട്ടൊരു സെഡാനിന് വേണ്ട പോലത്തെ ഒരു പ്രൊപ്പോർഷൻസ് നമുക്ക് അവിടെ തോന്നുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഈ ഒരു സബ് 4 മീറ്റർ വണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രോപ്പർ ഫുൾ സൈസ് സെഡാൻ എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ട്രങ്കേറ്റഡ് ലുക്ക് ഇന്നെവിറ്റബിൾ ആണ്. പക്ഷേ സംഭവം മാരുതി ആ ഒരു കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ടൊക്കെ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷൻ വൈസ് ഇതൊരു പ്രോപ്പർ 3 ബോക്സ് പോലെ തോന്നുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ആൻഡ് ലുക്സ് വൈസ് ഐ തിങ്ക് പലർക്കും ഇപ്പോൾ മുന്നത്തെ ജനറേഷൻ ഡിസൈറുകളെ പറ്റി ഒന്നും ആരും സംസാരിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അത്യാവശ്യം ഈ വണ്ടീനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ദേ തിങ്ക് ഇറ്റ് ലുക്സ് ഗുഡ്. എന്തായാലും ലുക്സിൻ്റെ കാര്യത്തിൽ യു ആർ കവേർഡ്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്റ്റീരിയറിൽ പറഞ്ഞു സ്വിഫ്റ്റായിട്ട് വളരെയധികം ഡിഫറൻസിയേഷൻ ഉണ്ടെന്നുള്ളത്. അത് ഉള്ളിലേക്ക് എത്തുമ്പോൾ മാറും. കാരണം സ്വിഫ്റ്റിൻ്റെ സെയിം ഡാഷ്ബോർഡാണ്. നമുക്ക് സ്വിഫ്റ്റിൽ കാണുന്ന എല്ലാ എലിമെൻസും ഇതിലും കാണാൻ പറ്റും. കളർ തീമിലൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ബേജ്. മിക്കവാറും എല്ലായിടത്തും യു ക്യാൻ സി ഹാഫ് ഓഫ് ദ ഡാഷ് ബോർഡ് ഈസ് ബേജ്. സീറ്റ്സ് എല്ലാം വളരെ ബേജ് കളറാണ്. റൂഫ് ലൈനും ഈ ഒരു ഡോറുമുള്ള ട്രിമ്മൊക്കെ ബേജ് കളറിലാണ്. ബേജ് എൻ്റെ മനസ്സിൽ വലിയ ഒരു ടേസ്റ്റ്ഫുൾ കളറല്ല, വലിയൊരു നമുക്കൊരു സ്വന്തമായ ഒപ്പീനിയൻ ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ആൾക്കാരിടുന്ന പോലത്തെ ഒരു കളറാണ്. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഇൻറ്റീരിയേഴ്സ് ഈസ് റിയലി ടേസ്റ്റ്ഫുൾ. നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലൊക്കെ കറക്റ്റ് സൈസാണ്. ഇസ് ദ ഫ്ലാറ്റ് ബോട്ടം. നമ്മൾ സ്വിഫ്റ്റി കണ്ട പോലത്തെ സെയിം സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഗേജ് ക്ലസ്റ്റർ കാണാൻ പറ്റും. നമ്മൾ സ്വിഫ്റ്റിൽ പറഞ്ഞു ഗേജ് ക്ലസ്റ്ററിന് ചുറ്റും ഒരു സറൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വളരെ ഓർഡിനറി ആയിട്ട് തോന്നുന്നു എന്നുള്ളത്. ഡിസൈറിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കുറച്ചും കൂടി ഒരു എന്തൊക്കെ ഉണ്ടെന്നുള്ള പോലത്തെ ഒരു സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് നമുക്കൊരു TFT ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ ബാക്കി മാരുതി വണ്ടികളിൽ കണ്ട പോലെ. ഇതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷനും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റിയലി യൂസ്ഫുൾ. ഇവിടെ സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 9-inch ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് AC യുടെ കൺട്രോൾസ് കാണാൻ പറ്റും. താഴേക്ക് വരികയാണെങ്കിൽ ഒരു പുതിയ അഡീഷൻ ഉള്ളത് നമുക്കിതിൽ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. കുറേ പുതിയ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. യു ഗെറ്റ് 360-degree ക്യാമറ. അതുപോലെ തന്നെ ഇതിനൊരു ആർക്കിമിസിൻ്റെ ഓഡിയോ സിസ്റ്റം വന്നിട്ടുണ്ട്. സൗണ്ട്സ് ഓക്കെ. ഇവിടെ മുകളിൽ നമുക്കൊരു സൺറൂഫ് വന്നിട്ടുണ്ട്, വിച്ച് ഇസ് എ സെഗ്മെൻറ്റ് ഫസ്റ്റ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആരും സൺറൂഫ് ഓഫർ ചെയ്തിട്ടില്ല. ഇനി ആ ഒരു റീസൺ കൊണ്ട് കോമ്പാക്ട് SUV വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൺറൂഫും ഈ ഒരു ഡിസൈറിൽ കിട്ടുന്നുണ്ട്. ഓൾസോ നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്സ്, അതുപോലെ ABS, ESP അങ്ങനത്തെ ബേസിക് സാധനങ്ങളെല്ലാം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. നമ്മൾ സ്വിഫ്റ്റി കണ്ട സെയിം സീറ്റ്സ് ആണ്. ആവശ്യത്തിന് വിഡ്ത്തൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് കുഷനിങ് ആണ്. വളരെ പാഡിങ് ഒരു ഇത്തിരി എക്സ്ട്രാ സോഫ്റ്റ് ആണ്. പെട്ടെന്ന് കയറിയിരിക്കുമ്പോൾ നല്ല ഒരു വീട്ടിൽ സോഫയിലിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണമായിരിക്കാം. ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിലും ഇറ്റ്സ് റിയലി സ്പേഷ്യസ്. നമുക്ക് ആവശ്യത്തിന് ലെഗ് റൂം ഉണ്ട്. ഒരു സബ് 4 മീറ്റർ വണ്ടിയിൽ കൊടുക്കാവുന്ന ലെഗ് റൂം 2450 mm വീൽ ബേസ് ഉള്ളൂ. അതിൽ കൊടുക്കാവുന്ന അത്രയും ലെഗ് റൂം അവർ എങ്ങനെയോ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്ക് റെസ്റ്റിൻ്റെ പോസ്ചറൊക്കെ വളരെ നല്ലതാണ്. നടുക്ക് നമുക്കൊരു ഫോൾഡ് ഡൗൺ ആം റെസ്റ്റ് ഉണ്ട്. ഇവിടെ സെൻട്രൽ AC വെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ചാർജിങ് സോക്കറ്റ്സ് ഉണ്ട്. വൺ ഇസ് USB-A, വൺ ഇസ് USB-C. ബൂട്ട് സ്പേസും പഴയലും കൂടുതലുണ്ട്. ഇപ്പോൾ 382 ലിറ്റേഴ്സ് ഉണ്ട്. മുന്നേ 378 ലിറ്റേഴ്സ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ബിറ്റ് മോർ പ്രാക്ടിക്കൽ. കുറച്ചും കൂടിയും സൈഡിലോട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഓൺ ടു ദ എൻജിൻ. നമ്മൾ സ്വിഫ്റ്റ് ഓടിച്ചപ്പോൾ ആ എൻജിനിൽ വലിയ ഇംപ്രസ്ഡ് ആയിരുന്നില്ല. അത് ന്യൂ Z12 ഒരു സ്റ്റെപ്പ് ബാക്ക് പോലെയാണ് തോന്നിയത്. കഴിഞ്ഞ ജനറേഷൻ സ്വിഫ്റ്റിൽ യു ഹാഡ് ദ 90 bhp K12 എൻജിൻ. അവിടുന്ന് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് യു ആർ ഗെറ്റിംഗ് 82 bhp എൻജിൻ. അപ്പോൾ അതൊരു തരത്തിൽ വളരെ ഒരു ബാക്ക്വേർഡ് സ്റ്റെപ്പാണ്. കാരണം ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റിന് പോലും അതിലും കൂടുതൽ പവർ ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വണ്ടിയിൽ അതൊരു മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഐ വാസ് നോട്ട് റിയലി ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ് കാർ. ഈ ഒരു വണ്ടിയിൽ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. കാരണം ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് ഐ ഡോണ്ട് തിങ്ക് അവർ ആ എഞ്ചിനെ കുറിച്ച് അത്രയും ബോധേഡ് ആയിരിക്കും എന്നുള്ളത്. അവർക്ക് എഞ്ചിൻ്റെ പെർഫോമൻസിനേക്കാൾ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫോർ ദം ഐ എം ഹാപ്പി ടു റിപ്പോർട്ട് ഇപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി വളരെ ബെറ്റർ ആണ്. മാരുതി ക്ലെയിം ചെയ്യുന്ന ARI ഫിഗേഴ്സ് 24 കിലോമീറ്റർ 25 കിലോമീറ്റർ ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് കുറേ അധികം ഓടിച്ചു, എന്നിട്ട് ഇറ്റ്സ് ഷോയിങ് അറൌണ്ട് 22 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ, വിച്ച് ഈസ് റിയലി ഗുഡ്. കാരണം പഴയ വണ്ടിയിൽ നമുക്ക് അത്രയും നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടില്ലായിരുന്നു. ഇറ്റ്സ് എ 3 സിലിണ്ടർ, അപ്പോൾ അതുകൊണ്ട് ഇൻഹറൻ്റ്ലി എഫിഷ്യൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ വൈബ്രേഷൻ കുറേശ്ശെ ഫീൽ ചെയ്യും, കാരണം ഒരു 4 സിലിണ്ടറിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. നമുക്കൊരു 3 സിലിണ്ടർ വെച്ച് ഓടുമ്പോൾ ഒരു ചെറിയൊരു ലംപി ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, കാരണം മോസ്റ്റ് പീപ്പിൾ വിൽ ബി ഹാപ്പി വിത്ത് ദിസ് പെർഫോമൻസ്. 0 to 100 ഇത് AMT മോഡലാണ്, ബട്ട് ഐ വിൽ സ്റ്റിൽ ഡെമോൺസ്ട്രേറ്റ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ടോർക്ക് ബിൽഡ് ചെയ്തു ആൻഡ് ഓഫ് വി ഗോ. 40 ഗിയർ മാറുന്നു, 60, 80, 90, 100. കുറച്ച് അപ്പ് ഹില്ലാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും ഒരു ഡിഫറൻസ് ആയിരിക്കാം നമ്മളവിടെ കണ്ടത്. എഞ്ചിൻ്റെ ഡ്രൈവബിലിറ്റി ഒക്കെ പറയാനാണെങ്കിൽ ഇറ്റ്സ് റിയലി ട്രാക്റ്റബിൾ. നമ്മളൊരു സ്ലോ സ്പീഡിൽ നിന്നൊക്കെ എടുത്ത് പോകുന്ന സമയത്തൊക്കെ യു ഡോണ്ട് ഫീൽ എനി ലാക്ക് ഓഫ് പവർ. മാനുവൽ മോഡിലേക്കൊക്കെ നമ്മൾ സ്ലോട്ട് ചെയ്തിടുകയാണെങ്കിലും ഇറ്റ് പൂൾസ് റിയലി വെൽ. ലോ RPM നിന്നൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഒരു 1500 RPM നിന്നൊക്കെ നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്. ഒരു 3000 RPM ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു മിഡ് റേഞ്ച് ഒക്കെ ഉണ്ട്. ആൻഡ് വലിയ ഹാപ്പി ഒന്നുമല്ല, അത്ര ഒരു റിഫൈൻഡും അല്ല. ഇറ്റ്സ് നോട്ട് എ പെർഫോമൻസ് എഞ്ചിൻ ബൈ എനി മീൻസ്, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് എഞ്ചിൻ. ഇനിയുള്ള കാലത്ത് എമിഷൻസ് ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ദേ നീഡ് സംതിങ് ലൈക്ക് ദിസ്. ഐ എം സാഡ് ടു സീ ദ K12 എഞ്ചിൻ ഗോ. പക്ഷേ വേറെ നിവൃത്തിയില്ല, നമുക്ക് ടർബോ പെട്രോൾസ് ഒക്കെ വരുന്നവരെ യു വിൽ ഹാവ് ടു സ്റ്റിക്ക് വിത്ത് സംതിങ് ലൈക്ക് ദിസ്. സോ 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട്. യു ഹാവ് ദ 5-speed മാനുവൽ ഓർ ദ 5-speed AMT. നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി AMT ആണ്. മാനുവലിൻ്റെ ക്ലച്ചൊക്കെ അത്യാവശ്യം ലൈറ്റാണ്, ഷിഫ്റ്റൊക്കെ നല്ല രസമാണ്. ബട്ട് AMT ഈസ് വാട്ട് മോസ്റ്റ് പീപ്പിൾ മൈറ്റ് ഗോ ഫോർ. നമുക്കൊരു ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ വലിയ ഇൻട്രൂസീവ് ഒന്നല്ല, ചേഞ്ചസ് ഗിയേഴ്സ് വെൻ യു വാണ്ട് ഇറ്റ്. അതുപോലെ തന്നെ നമുക്കിതിൽ മാനുവൽ ഓവർ റൈഡ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഈ പുതിയ AMTകളിലൊക്കെ സ്ട്രെയിറ്റ് ഷിഫ്റ്ററിന് പകരം അവർ റിവേഴ്സൊക്കെ ഒന്ന് ഒരു സൈഡിലൊരു ഗേറ്റഡ് ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്സിഡൻ്റലി റിവേഴ്സിലേക്ക് ഒന്നും ഇടില്ല, ന്യൂട്രലിലേക്കേ പോവുള്ളൂ, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഓൺ ദ ഹോൾ ആ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ഒരു നോൺ എന്തൂസിയാസ്റ്റിക് ഡ്രൈവിങ്ങിന് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. ഹാൻഡ്ലിംഗ് വൈസ് നമ്മൾ പറഞ്ഞു പുതിയ സ്വിഫ്റ്റിന് കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ പഴയ വേർഷനായിട്ട്. സ്റ്റിയറിംഗ് ഫീലൊക്കെ കുറച്ചും കൂടിയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റിയറിങ്സ്. നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഡയറക്ഷണൽ ഫീലൊക്കെ ഉണ്ട്. ആൻഡ് കാർ ഈസ് റിയലി ഗുഡ് ഓൺ ദ ഹൈവേസ്. നമുക്ക് ഒരു പ്ലാന്റഡ് ഫീലൊക്കെ ഉണ്ട്. ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസും അത്ര സ്ലോ ഒന്നല്ല. യു ക്യാൻ ഫീൽ ദ സോഫ്റ്റ്നെസ് ഇൻ ദ സസ്പെൻഷൻ. നമ്മളൊരു ഫാസ്റ്റായിട്ടൊരു കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് യു ഫീൽ ദാറ്റ് ദർ ഇസ് എ ബിറ്റ് ഓഫ് ബോഡി റോൾ. ആൻഡ് ഗ്രിപ്പ് ഈസ് ഓൺലി ആഡിക്വേറ്റ്. നമ്മളൊരു വലിയ ഫാസ്റ്റായിട്ട് ഓടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളൊരു വണ്ടി അല്ലാത്തതുകൊണ്ട് യു ഫീൽ ഇറ്റ് സ്ലൈറ്റ്ലി. പക്ഷേ എന്നാലും ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇത് മാനുവലിലേക്ക് സ്ലോട്ട് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കൺട്രോൾ ഉണ്ട് എഞ്ചിൻ്റെ ബിഹേവിയറിൽ. ആൻഡ് ഗിവ്സ് യു എ ബിറ്റ് മോർ കോൺഫിഡൻസ്. നമുക്ക് അപ്പ് ഷിഫ്റ്റും ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രേക്കിംഗ് ഈസ് ഓൾസോ ഓൾ റൈറ്റ്. നമുക്കിപ്പോൾ ഒരു വി ആർ ഡൂയിങ് 80, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. പെഡൽ ഫീലൊക്കെ നല്ലതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. ബാക്കിൽ ഡ്രംസ് ആണ്, ബട്ട് ഇറ്റ്സ് ആഡിക്വേറ്റ് ഫോർ ദ ജോബ്. ഇത് ഡിസയർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനിൽ ഹാൻഡ്ലിങ്ങിനേക്കാൾ കൂടുതൽ നമ്മൾ റൈഡ് ക്വാളിറ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് മാരുതിയും അവിടെ തന്നെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. യു ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ് റൈഡ്സ് റിയലി വെൽ. ബാഡ് റോഡ്സും പോട്ടോൾസൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യുന്നുണ്ട്. യു ഡോണ്ട് ഫീൽ ടു മച്ച് ഓഫ് ദ റോഡ് സർഫസ് ഇൻസൈഡ് ദ കാർ. റോഡ് നോയ്സും ഒരുവിധം നല്ല കൺട്രോൾഡ് ആണ്. നമുക്ക് അത്രയ്ക്കൊന്നും ഉള്ളിലേക്കൊന്നും അങ്ങനെ ക്യാബിനിലേക്ക് ഫിൽറ്റർ ചെയ്ത് കേൾക്കുന്നൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ ലോങ് ലെഗ് എബിലിറ്റി ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ദിസ് ഈസ് ജസ്റ്റ് ആസ് ഗുഡ് ആസ് എനി കോമ്പാക്ട് SUV ഔട്ട് ദെയർ. വലിയ ഒരു SUV വേണ്ട, അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഗുഡ് ഇനഫ്. സ്പീക്കിംഗ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ്, 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, വിച്ച് ഈസ് ആഡിക്വേറ്റ് ഫോർ എ കാർ ലൈക്ക് ദിസ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ ഡിസയറിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡിസയർ ഇറ്റ്സ് ഓൾറെഡി സെല്ലിംഗ് വെൽ. പക്ഷേ എന്നാലും ഇന്നിപ്പോൾ ഈ കോമ്പാക്ട് SUVകളുടെ ഒരു കാറ്റഗറിയിൽ വിൽ ദിസ് ബി ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ് എന്നുള്ളതും, അതുപോലെ വുഡ് യു ബൈ എ ഡിസയർ ഓവർ എ കോമ്പാക്ട് SUV എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.